ഹലോ സ്റ്റുഡൻസ്, യെസ്, നമ്മളതൊരു പുതിയ ടോപ്പിക്കാണ്, വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണെന്ന്. മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മാഗ്നറ്റിക് മെറ്റീരിയൽ, ഡയ, പാരാഫെറോ, അവരാ ബിഹേവിയർ കാണിക്കാനുള്ള കാരണം എന്താ, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടേമുകളാണ് മാഗ്നറ്റൈസേഷനും മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിയും. ഓക്കെ, മാഗ്നറ്റൈസേഷൻ, മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി. നമുക്കതിൽ ആദ്യം ഈ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിയെ കുറിച്ച് പറയാം. എച്ച്. ഓക്കെ, എന്താണ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി? നിങ്ങൾക്ക് മാഗ്നറ്റ് ആക്കാൻ പറ്റുന്ന കുറച്ച് സബ്സ്റ്റൻസുകൾ പേര് പറയും. യെസ്, അയണിനെ നല്ല ബെസ്റ്റ് മാഗ്നറ്റ് ആക്കി മാറ്റാം. സോഫ്റ്റ് അയൺ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഹാർഡ് സ്റ്റീൽ, പിന്നെ ഞാൻ വേറെ എക്സാമ്പിൾസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, അൽനിക്കോ, മ്യൂ മെറ്റൽ, സ്റ്റാലോയ്, പെർമാലോയ്, സൂപ്പർമാലോയ്, അങ്ങനെ കുറേ എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരാളെ മാഗ്നറ്റ് ആക്കണം. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ അയൺ, കൊബാൾട്ട് മാത്രമാണോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്? എല്ലാവരും ഒരു സെർട്ടൈൻ പെർസെൻറ്റേജ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ബോഡി പോലും നിങ്ങൾക്ക് മാഗ്നറ്റ് ആക്കി മാറ്റാം. എൻ്റെ ബോഡിയെ മാഗ്നറ്റ് ആക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതാ ഒരു കറണ്ട് ക്യാരിങ് സോളിനോയിഡ്, എൻ്റെ ബോഡി നിങ്ങളിതാ ഇതിൽ കൊണ്ടുപോയിക്കുന്നു. സോളിനോയിഡിനകത്ത് ഞാൻ കയറിയിരുന്നാൽ എൻ്റെ ബോഡിയും മാഗ്നറ്റൈസ്ഡ് ആവും. അപ്പം എൻ്റെ ബോഡിയെ പോലും മാഗ്നറ്റ് ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഓർമ്മിക്കാം, ഏതൊരു സബ്സ്റ്റൻസിനെയും നമുക്ക് മാഗ്നറ്റ് ആക്കാം വെൻ യു പ്ലേസ് ദാറ്റ് സബ്സ്റ്റൻസ് ഇൻ എൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാനിതാ ഒരു സബ്സ്റ്റൻസ് വെച്ചു, മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അയൺ ആണെന്ന് വിചാരിച്ചോളൂ. അയൺ എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് ഓൾറെഡി അത് മാഗ്നറ്റ് അല്ല, പക്ഷെ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. അയാളെ നിങ്ങൾ എവിടെ കൊണ്ടുപോയി വെക്കുന്നു? എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെക്കുന്നു. ആ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ പറയും, എന്ത് സംഭവിക്കും? നിങ്ങൾക്കറിയാം, ഒരു സബ്സ്റ്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് മെയിൻലി ആറ്റംസ് കൊണ്ടാണ്, ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. അപ്പോൾ അയൺ എന്ന് പറഞ്ഞാൽ അയണിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്. ഈ ആറ്റംസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആറ്റംസ് ആർ വിത്ത് അൺപെയ്ഡ് ഇലക്ട്രോൺസ്. അതായത് അയൺ ആറ്റംസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ എടുത്താൽ ഔട്ടർ മോസ്റ്റിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ആ ഇലക്ട്രോൺ കറങ്ങുന്നു, ഒപ്പം സ്പിൻ ചെയ്ത് പോകുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ആറ്റങ്ങളും കറണ്ട് ലൂപ്പുകളായിട്ട് ആക്ട് ചെയ്യും. ഓരോ ആറ്റങ്ങളും കറണ്ട് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ ആറ്റങ്ങളും ടൈനി മാഗ്നറ്റുകളെ പോലെ ആക്ട് ചെയ്യുന്നു. പക്ഷേ ഈ ടൈനി മാഗ്നറ്റുകൾക്ക് എല്ലാവർക്കും ഒരേ ഡയറക്ഷനിലല്ല മാഗ്നറ്റിക് മൊമെന്റ്. നമുക്കറിയാം, റൂം ടെമ്പറേച്ചറിലെ ഹീറ്റ് എനർജി ഉള്ളത് കാരണം ഇവർ റാൻഡം മോഷൻ ആയത് കാരണം പലരുടെയും മാഗ്നറ്റിക് മൊമെന്റ് പല ഡയറക്ഷനിലായിരിക്കും. റൈറ്റ്? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ സബ്സ്റ്റൻസിനെ നമ്മൾ എക്സ്റ്റേണൽ ഫീൽഡിൽ പ്ലേസ് ചെയ്യുന്നത്. എക്സ്റ്റേണൽ ഫീൽഡിൽ പ്ലേസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ എക്സ്റ്റേണൽ ഫീൽഡ് കാരണം ഈ പറഞ്ഞ ആറ്റങ്ങളുണ്ടല്ലോ, ടൈനി മാഗ്നറ്റ്സ്, അതായത് അവരുടെ മുകളിലെല്ലാം എന്ത് ആക്ട് ചെയ്യാൻ തുടങ്ങും? ടോർക്ക് ആക്ട് ചെയ്യാൻ തുടങ്ങും. എന്ത് ആക്ട് ചെയ്യും? കമാൺ, ടോർക്ക്. ഈ ടോർക്ക് ആക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ അൺഅലൈൻഡ് ആയിട്ടുള്ള ആറ്റംസ് എല്ലാം ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യാൻ തുടങ്ങും. അതായത് അവരുടെ മാഗ്നറ്റിക് മൊമെന്റുകളെല്ലാം എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യാൻ തുടങ്ങും. അതായത് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലേക്ക് വരാൻ ശ്രമിക്കുമെന്ന് പറയാം. എന്ത് ഇക്വിലിബ്രിയം? സ്റ്റേബിൾ ഇക്വിലിബ്രിയം. അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ, if you want to convert a magnetic substance into a magnet, you place that substance in an external magnetic field. When you place the substance in external magnetic field, torque comes to act on the atomic dipoles, and the atomic dipole tends to align in the direction of field called stable equilibrium. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത ഫീൽഡ് ഇൻ കേസ് ഓഫ് സോളിനോയിഡ് എത്രയാണ് വരെ? നമ്മൾ അപ്ലൈ ചെയ്ത ഫീൽഡ് B0 എന്ന് എഴുതാം. എക്സ്റ്റേണൽ ഫീൽഡ് B0 ഈസ് ഈക്വൽ ടു μ0 Ni. ഓർമ്മിക്കുക, അത് ഈ വെൽ ഇൻസൈഡ് റീജിയണിലാണ് സോളിനോയിഡിലൂടെ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് സോളിനോയിഡ് ഉണ്ടാക്കുന്ന ഫീൽഡാണ് μ0 Ni. ആ ഫീൽഡിലാണ് നമ്മുടെ സബ്സ്റ്റൻസ്, അതായത് അയൺ ആണെങ്കിൽ അയൺ കൊണ്ടുപോയി വെച്ചത്. അപ്പോൾ B0 എന്ന് പറഞ്ഞാൽ ഈ അയൺ പീസ് പ്രൊഡ്യൂസ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് അല്ല, പകരം സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്ത എക്സ്റ്റേണൽ ഫീൽഡാണത്. ആ ഫീൽഡിലാണ് അയാൾ കയറിയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, B0/μ0 ഈസ് ഈക്വൽ ടു Ni എന്ന് എഴുതാം. ഈ B0/μ0 പറയുന്ന പേരാണ് H. H ഈസ് ഈക്വൽ ടു Ni. ഓർമ്മിച്ച് വെച്ചോളൂ, എന്താണ് H? H ഈസ് കാൾഡ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി. എന്താ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി? അപ്ലൈഡ് ഫീൽഡ് ബൈ μ0 ഈസ് കാൾഡ് H.
ഒരു പുതിയ ക്വാണ്ടിറ്റി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആക്ച്വലി ഈ ക്യാപിറ്റൽ എച്ച് എന്ന് പറഞ്ഞാൽ ആരുടെ മെഷറാണ്? എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ മെഷറാണ്. നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന ഫീൽഡ് ആരെ എന്തിനു വേണ്ടി? ഒരാളെ പിടിച്ച് മാഗ്നറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ മെഷറാണ് ആര്? എച്ച്. യൂണിറ്റ് പറയാം നമുക്ക്. യൂണിറ്റ് എന്തായിരിക്കും? ഒന്ന് പറയൂ, യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് ഓഫ് എച്ച്. എച്ചിൻ്റെ യൂണിറ്റ് കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ നിങ്ങൾക്ക് അറിയാം, ആംബിയർ. എന്നിൻ്റെ യൂണിറ്റ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്, സോ ബൈ മീറ്റർ. So SI unit is ampere per meter. SI unit of capital H is ampere per meter. പിന്നെ ഡയറക്ഷൻ എവിടെയൊക്കെ ആയിരിക്കും? എച്ചിൻ്റെ ഡയറക്ഷൻ എന്ന് പറയാം, എച്ച് എന്ന് പറയുമ്പോൾ B0/μ0 ആണല്ലോ. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ ഡയറക്ഷൻ എവിടേക്കാണോ ഇപ്പോൾ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ B0യും അതുപോലെ എച്ചിനും ഒരേ ഡയറക്ഷൻ ആയിരിക്കും. B0 ആൻഡ് എച്ച് ആർ അലോങ് സെയിം ഡയറക്ഷൻ. എക്സ്റ്റേണലി നമ്മൾ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ സോളിനോയിഡ് അപ്ലൈ ചെയ്യുന്ന ഫീൽഡ് എവിടേക്കാണോ അതേ ഡയറക്ഷനിൽ തന്നെയാണ് എച്ചിൻ്റെ ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ ഓർമ്മിച്ചോളൂ, ദിസ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇറ്റ്സ് ഡയറക്ഷൻ സെയിം ആസ് ദാറ്റ് ഓഫ് ദാറ്റ് ഫീൽഡ്, എക്സ്റ്റേണൽ ഫീൽഡ് കേട്ടോ. പിന്നെ ഈ ഇക്വേഷൻ ഓർമ്മിച്ച് വെച്ചോളൂ. H=NI. സോളിനോയിഡ് ആണെങ്കിലാണ് നമ്മൾ H=NI എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. വേറെ N എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്തും, I എന്ന് പറയുമ്പോൾ സോളിനോയിഡിലൂടെ നമ്മൾ കടത്തിവിട്ട കറണ്ടുമാണ്. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് എച്ച്. ഇനി നമുക്ക് മാഗ്നറ്റൈസേഷനിലോട്ട് വരാം. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ M ആണ്. M. ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. എന്താണത്? ഞാൻ പറഞ്ഞു, എച്ച് എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്താൽ, ഇവിടെ എച്ച് എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? അതിനകത്ത് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന സബ്സ്റ്റൻസ് എന്തായിട്ട് മാറാൻ ശ്രമിക്കും? മാഗ്നറ്റായിട്ട് മാറാൻ ശ്രമിക്കും. കാരണം എക്സ്റ്റേണൽ ഫീൽഡ് അറ്റോമിക് ഡൈപോളുകളുടെ മുകളിൽ ടോർക്ക് എക്സർട്ട് ചെയ്യും. ആ ടോർക്ക് കാരണം എന്ത് സംഭവിക്കും? എല്ലാ ഡൈപോൾസും ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യാൻ ശ്രമിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വാട്ട് ഈസ് ക്യാപിറ്റൽ എം? ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു M net divided by volume. എന്താണ് M net? നമുക്കറിയാം, ഓരോരോ ആറ്റങ്ങളും ഓരോ ടൈനി മാഗ്നറ്റുകളായിട്ട് ബിഹേവ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരുടെയും മാഗ്നറ്റിക് മൊമെന്റിന് പല ഡയറക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് ഇനീഷ്യലി അപ്രോക്സിമേറ്റ്ലി 0 ആയിരുന്നു. ആ സമയത്താണ് നമ്മൾ എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത്. എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എല്ലാ ഡൈപോളുകളും ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് നോട്ട് ഈക്വൽ ടു 0 ഒരു സിറ്റുവേഷൻ വരും. ആ സമയത്താണ് ഈ മാഗ്നറ്റിക് മെറ്റീരിയൽ ആരായിട്ട് മാറുന്നത്? മാഗ്നറ്റായിട്ട് മാറുന്നത്. ആ സമയത്ത് ഡെവലപ്പ് ചെയ്ത നെറ്റ് മാഗ്നറ്റിക് മൊമെന്റിനെ സബ്സ്റ്റൻസിന്റെ വോള്യം, ഇതാണ് സബ്സ്റ്റൻസ് എങ്കിൽ അതിന്റെ വോള്യം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് മാഗ്നറ്റൈസേഷൻ ഓർ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ശരിക്കും പറഞ്ഞാൽ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ കേട്ടോ. അപ്പോൾ ബാർ മാഗ്നറ്റ് ആണെങ്കിൽ നമ്മളിങ്ങനെ എഴുതും, നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് ഈസ് ഈക്വൽ P × L ഡിവൈഡഡ് ബൈ A × L എന്ന് എഴുതാം. ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ലെങ്ത് പോയാൽ ബാർ മാഗ്നറ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ പോൾ സ്ട്രെങ്ത് ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് എഴുതാം. പോൾ സ്ട്രെങ്ത് ഡിവൈഡഡ് ബൈ ഏരിയ കേട്ടോ. ഇനി നമുക്കറിയാം മാഗ്നറ്റിക് മൊമെന്റിന്റെ യൂണിറ്റ് എന്താ? ആംപിയർ മീറ്റർ സ്ക്വയർ. വോള്യത്തിൻ്റെയോ മീറ്റർ ക്യൂബ്. അപ്പോൾ ഇവൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് ഓഫ് ആംപിയർ പെർ മീറ്റർ തന്നെ വരും. ഇപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ, ഇയാളുടെയും അതുപോലെ എച്ചിനും ഒരേ യൂണിറ്റാണ്, ആംപിയർ പെർ മീറ്റർ. ഇനി ഷോർട്ടായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം, ഏത് സബ്സ്റ്റൻസിനെയും നമുക്ക് എന്താക്കി മാറ്റാം? മാഗ്നറ്റ് ആക്കാം. നമ്മൾ പറയുന്ന കോമൺലി യൂസ്ഡ് മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ അത് ഫെറോ മാഗ്നറ്റ് ആണ്. അപ്പോൾ ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിനെ നമ്മൾ എക്സ്റ്റേണലി ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് പ്ലേസ് ചെയ്തു. ആ സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്ത ഫീൽഡ് ബൈ μ0 ഈസ് കാൾഡ് എച്ച്. ആ ഫീൽഡ് കാരണം സബ്സ്റ്റൻസ് എന്തായിട്ട് മാറുന്നു? ഇതിനകത്തിരിക്കുന്ന സബ്സ്റ്റൻസ് എന്തായിട്ട് മാറുന്നു? മാഗ്നറ്റായിട്ട് മാറുന്നു. ആ സമയത്ത് ഡെവലപ്പ് ചെയ്ത മാഗ്നറ്റിക് മൊമെന്റ് ബൈ വോള്യം ആണ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ഇപ്പൊ എച്ച് അപ്ലൈ ചെയ്താൽ എം ഡെവലപ്പ് ചെയ്യും. ക്ലിയർ ആയോ? എച്ച് അപ്ലൈ ചെയ്താൽ എം ഡെവലപ്പ് ചെയ്യും. ഇപ്പൊ എച്ച് എന്ന് പറയുമ്പോൾ അപ്ലൈ ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ്, എം എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ്. ഇതിൽ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഡയാമാഗ്നറ്റുകളാണെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന എമൗണ്ട് വളരെ കുറവായിരിക്കും. പാരയാണെങ്കിൽ ഇത്തിരി കൂടെ കൂടുതലായിരിക്കും. ഫെറോ ആണെങ്കിൽ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫെറോ മാഗ്നറ്റുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ രണ്ട് ക്വാണ്ടിറ്റി മറക്കരുത്, എച്ചും എമ്മും. രണ്ടുപേരുടെ യൂണിറ്റ് ഓർമ്മിക്കുക എളുപ്പമാണ്. രണ്ടുപേർക്ക് ആംപിയർ പെർ മീറ്റർ ആണ് രണ്ടുപേരുടെയും യൂണിറ്റ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫീൽഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, ഈ സോളിനോയിഡിലൂടെ കറണ്ട് കടത്തി വിട്ടപ്പോൾ അയാൾ ഉണ്ടാക്കിയ ഫീൽഡാണ് μ0 NI.
ആ ഫീൽഡ് കാരണം എന്ത് സംഭവിക്കും? അതിനകത്തിരിക്കുന്ന ആ സബ്സ്റ്റൻസ് സെയിം അയൺ ആണെങ്കിൽ ആ അയണും എന്തായിട്ട് മാറും? കമോൺ, എന്തായിട്ട് മാറും? അയണും മാഗ്നറ്റായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ പിന്നെ നെറ്റ് ഫീൽഡ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഏതൊക്കെയാണ്? സോളിനോയിഡ് ക്രിയേറ്റ് ചെയ്ത ഫീൽഡും ഉണ്ടാവും, അതിനൊപ്പം തന്നെ എന്തുകൂടെ വരുന്നു? ബാർ മാഗ്നറ്റ് അല്ലെങ്കിൽ ആ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്ത ഫീൽഡും കൂടെ വരുന്നു. ഇപ്പം നെറ്റ് ഫീൽഡ് എന്ന് പറയുമ്പോൾ രണ്ട് ഫീൽഡ് എടുക്കാം. ഓക്കെ, അതാണ് അടുത്ത ഡിസ്കഷൻ ടോപ്പിക്. യെസ്, നോക്കൂ, നമുക്ക് ഇങ്ങനെ എഴുതാം. നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ബി ഈക്വൽ ടു നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ബി ഈക്വൽ ടു B0 പ്ലസ് BM. അല്ലെ, എന്താണ് ബി? ബി ഇസ് ദ നെറ്റ് ഫീൽഡ്. B0 എന്ന് പറഞ്ഞാൽ ഈ കറണ്ട് കടത്തിവിടുന്ന സമയത്ത് സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്ത ഫീൽഡാണ്. B0 ഈസ് ഈക്വൽ ടു μ0 Ni. ദിസ് ഈസ് ദ ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സോളിനോയിഡ് ഓർ എക്സ്റ്റേണൽ ഫീൽഡ്. ഇതിൽ BM ആരാണ്? BM എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആരെയാണോ മാഗ്നറ്റ് ആക്കേണ്ടത് അയാളെ ഞാൻ ഇതിനകത്ത് പ്ലേസ് ചെയ്തു. ആ പ്ലേസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അതിനകത്തുള്ള അറ്റോമിക് ഡൈപോൾസിന് മുകളിൽ എന്ത് ആക്ട് ചെയ്യും? ടോർക്ക് ആക്ട് ചെയ്യും. അങ്ങനെ അവർ കൂടെ എവിടേക്ക് തിരിയും? ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് തിരിയും, സ്റ്റേബിൾ എക്വിലിബ്രിയത്തിലേക്ക് വരും. എന്നിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് μ0 Nim. ഇത് എങ്ങനെയാണ് വന്നെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അവസാനം മനസ്സിലാവും എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. This Im is called magnetizing current. Very important, magnetizing current. ഒരു വർക്ക് ഔട്ട് എക്സാമ്പിൾ ഉണ്ട് NCERT ബുക്കിൽ, അത് വെച്ച് ഞാൻ ക്ലിയർ പിക്ചർ തരാം. വാട്ട് ഈസ് Im കേട്ടോ. ഇനി ഒരു കാര്യം കൂടെ അറിയേണ്ടത്, ഇപ്പം നമ്മൾ ഡയാമാഗ്നറ്റ് ആണെന്ന് വിചാരിച്ചു. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് നിങ്ങൾ കെമിസ്ട്രി കേട്ടിട്ടുണ്ട്, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അയാളാണെങ്കിൽ മാത്രം ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് മൊമെന്റ് അപ്ലൈഡ് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ B0 മൈനസ് BM എന്ന് എഴുതേണ്ടി വരും. ആരാണെങ്കിൽ മാത്രം? ഡയാമാഗ്നറ്റ്സ് ആണെങ്കിൽ. അതിൻ്റെ റീസണും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ പകരം നമ്മൾ എടുക്കുന്നത് പാരാമാഗ്നറ്റോ ഫെറോമാഗ്നറ്റോ ആണെങ്കിൽ നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന ഫീൽഡിൻ്റെ ഡയറക്ഷൻ എവിടേക്കാണ്? അതായത് കറണ്ട് കടന്നു പോകുന്ന സമയത്ത് ആ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് എവിടേക്കാണോ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും എന്ത് ഡെവലപ്പ് ചെയ്യുക? മാഗ്നറ്റിക് മൊമെന്റ് ഡെവലപ്പ് ചെയ്യുക. ഇപ്പോൾ പാരാമാഗ്നറ്റിനും ഫെറോമാഗ്നറ്റിനും നമ്മളിവിടെ പ്ലസ് തന്നെ ഇടും. ഇപ്പോൾ തൽക്കാലം ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ സംബന്ധിച്ച് മാഗ്നറ്റ്സ് എന്ന് പറയുമ്പോൾ ഫെറോ ആണല്ലോ, അതുകൊണ്ട് നമുക്ക് പ്ലസ് ഇട്ട് പോവാം. അപ്പോൾ ഒരു ഫെറോ മാഗ്നറ്റിൻ്റെ കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം? B ഈക്വൽ ടു B0 പ്ലസ് BM. വെക്ടർ സിമ്പിൾ ഇല്ലാതെയും എഴുതാം. എന്തുകൊണ്ടാണ് വെക്ടർ സിമ്പിൾ ഇല്ലാതെ എഴുതിയത്? ഫെറോ മാഗ്നറ്റ് ആണെങ്കിൽ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് അപ്ലൈഡ് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷൻ ആയിരിക്കും. ഓപ്പോസിറ്റ് ആർക്ക് മാത്രമേ വരൂ? പറയൂ, ആർക്ക് മാത്രമേ വരൂ? ഡയാമാഗ്നറ്റിന് മാത്രം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എഴുതുന്നു B ഈസ് ഈക്വൽ ടു μ0 Ni പ്ലസ് μ0 Nim. ഓർ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ എന്ത് മാറ്റുന്നു? B ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു Ni റീപ്ലേസ്ഡ് ബൈ H പ്ലസ് μ0 ഇൻറ്റു M. ഈ Nim റീപ്ലേസ്ഡ് ബൈ M. അപ്പോൾ പുതിയൊരു ഡെഫിനേഷനും കൂടെ വരുന്നുണ്ട് നമ്മുടെ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എമ്മിന്. ഓൾറെഡി ഞാൻ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഓർമ്മിച്ച് വെച്ചോ, നമുക്ക് വീണ്ടും ആവശ്യം വരുന്നുണ്ട് കേട്ടോ. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനൊരു കാര്യം ചെയ്തു, എല്ലാം H കൊണ്ട് ഡിവൈഡ് ചെയ്തു. B/H ഈസ് ഈക്വൽ ടു μ0 പ്ലസ് μ0 ഇൻറ്റു M ഡിവൈഡർ ബൈ H. നമ്മൾ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ടിലൊക്കെ പഠിച്ച ഒരു രണ്ട് ക്വാണ്ടിറ്റി ഉണ്ട്, അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു വീണ്ടും ഈ ചാപ്റ്ററിൽ. ദിസ് B/H ഈസ് കാൾഡ് പെർമിയബിലിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ്. B/H ഈസ് കാൾഡ് പെർമിയബിലിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ്. അപ്പോൾ എന്താണ് ഒരു സബ്സ്റ്റൻസിന്റെ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ? നിങ്ങൾ പല സ്ഥലങ്ങളിലും പെർമിയബിലിറ്റി എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് പറയുന്നു? B/H. B എന്ന് പറഞ്ഞാൽ എന്താണ്? B is the total field. ടോട്ടൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്ത എക്സ്റ്റേണൽ ഫീൽഡും പിന്നെ അതിനകത്തിരിക്കുന്ന സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്ത ഫീൽഡും. നെറ്റ് ഫീൽഡിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? H കൊണ്ട്. H എന്താണെന്ന് കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ട്. B/H റേഷ്യോ ഈസ് കാൾഡ് mu. പെർമിയബിലിറ്റി ഈക്വൽ ടു μ0 പ്ലസ് μ0 ഇൻറ്റു പുതിയൊരാൾ വരുന്നു M/H. ഇറ്റ് ഈസ് കാൾഡ് chi.
B by H is mu, M by H is chi. Chi is called susceptibility. Susceptibility. Magnetic susceptibility. എന്താ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി? എച്ച് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ എം എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ഡെവലപ്പ് ചെയ്തു. ഇപ്പൊ ഡെവലപ്പ് ചെയ്ത ക്വാണ്ടിറ്റി ബൈ അപ്ലൈഡ് ക്വാണ്ടിറ്റിയെ പറയുന്ന പേരാണ് കൈ, സസെപ്റ്റിബിലിറ്റി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ചെറിയൊരു മാറ്റം കൂടെ വരുത്താണ്. μ0 μr, മ്യൂ ഈക്വൽ ടു μ0 μr എന്ന് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ μ0 പ്ലസ് μ0 ഇൻറ്റു കൈ. നോക്കൂ, μ0 ക്യാൻസൽ ആയി പോയി. ഇമ്പോർട്ടൻറ്റ് റിലേഷൻ വരുന്നു. റിലേറ്റീവ് പെർമിയബിലിറ്റി μr ഈസ് ഈക്വൽ ടു 1 പ്ലസ് കൈ. റിലേറ്റീവ് പെർമിയബിലിറ്റി μr ഈസ് ഈക്വൽ ടു 1 പ്ലസ് കൈ. ഓർമ്മിച്ച് വെച്ചോളൂ കേട്ടോ, വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. μr ഈസ് കാൾഡ് റിലേറ്റീവ് പെർമിയബിലിറ്റി. റിലേറ്റീവ് പെർമിയബിലിറ്റി അതായത് ഒരു സബ്സ്റ്റൻസ് വാക്വവുമായി കമ്പയർ ചെയ്യുമ്പോൾ എത്ര ഫീൽഡ് ലൈൻസിനെ കടത്തിവിടും എന്നതിൻ്റെ മെഷറാണ് റിലേറ്റീവ് പെർമിയബിലിറ്റി. കൈ ഈസ് കാൾഡ് സസെപ്റ്റിബിലിറ്റി. സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എം ബൈ എച്ച് റേഷ്യോ ആണ് സസെപ്റ്റിബിലിറ്റി. എന്താണ് സസെപ്റ്റിബിലിറ്റി? സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരാളെ മാഗ്നറ്റ് ആക്കാൻ നമ്മൾ എന്താ അപ്ലൈ ചെയ്യണം? ഫീൽഡ് അപ്ലൈ ചെയ്യണം. ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ അയാൾ എന്തായിട്ട് മാറി? മാഗ്നറ്റായിട്ട് മാറി. മാഗ്നറ്റായിട്ട് മാറുന്നത് എളുപ്പമാണോ ഡിഫിക്കൽട്ടാണോ? അതിൻ്റെ മെഷറാണ് കൈ. സസെപ്റ്റിബിലിറ്റി ഈസ് എ മെഷർ ഓഫ് ഹൗ ഈസി ഇൻ വിച്ച് എ സബ്സ്റ്റൻസ് ക്യാൻ ബി മാഗ്നറ്റൈസ്ഡ്. എൻ്റെ ബോഡി സസെപ്റ്റിബിലിറ്റി കൂടുതലാണോ കുറവാണോ? എൻ്റെ ബോഡിയുടെ സസെപ്റ്റിബിലിറ്റി കുറവാണ്. കാരണം വളരെ വലിയ ഫീൽഡ് തന്നാലേ നിങ്ങൾക്ക് എൻ്റെ ബോഡിയെ മാഗ്നറ്റാക്കി മാറ്റാൻ പറ്റൂ. അയണിൻ്റെ സസെപ്റ്റിബിലിറ്റി എൻ്റെ ബോഡിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. കാരണം സസെപ്റ്റിബിലിറ്റി അയണിന് കൂടാൻ കാരണം ചെറിയ ഫീൽഡ് കൊടുക്കുമ്പോഴേക്കും അയൺ മാഗ്നറ്റായിട്ട് മാറും. എന്നാൽ അയൺ കഴിഞ്ഞ് കൊബാൾട്ട് അതുപോലെ തന്നെ കുറച്ചും കൂടെ മുകളിലോട്ട് പോകാൻ നമുക്ക് മ്യൂ മെറ്റൽ സ്റ്റാലോ ഇതിലേക്കൊക്കെ പോയാൽ അവരുടെ സസെപ്റ്റിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. കാരണം ചെറിയൊരു ഫീൽഡ് കിട്ടുമ്പോഴേക്കും അവർ ഭയങ്കര നല്ല മാഗ്നറ്റായിട്ട് മാറും. Got the point? But susceptibility is a measure of how easy in which a substance can be magnetized. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അറിയണം, റിലേറ്റീവ് പെർമിയബിലിറ്റി കൂടുതലാണെങ്കിൽ എന്തും കൂടുതലായിരിക്കും, സസെപ്റ്റിബിലിറ്റിയും കൂടുതലായിരിക്കും. റിലേറ്റീവ് പെർമിയബിലിറ്റി കൂടുതലായാൽ സസെപ്റ്റിബിലിറ്റിയും കൂടുതലായിരിക്കും. ഇപ്പോൾ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിന് ഫീൽഡ് ലൈൻസിനെ കടത്തിവിടാനുള്ള കപ്പാസിറ്റിയുടെ മെഷറാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് സസെപ്റ്റിബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിനെ എത്ര എളുപ്പത്തിൽ മാഗ്നറ്റ് ആക്കി മാറ്റാൻ പറ്റും എന്നുള്ളതിൻ്റെ മെഷറാണ് സസെപ്റ്റിബിലിറ്റി. സസെപ്റ്റിബിലിറ്റി കൂടുതലാണെങ്കിൽ അയാൾ ബെസ്റ്റ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെന്നാണ് മീനിങ്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. പക്ഷെ ബെസ്റ്റ് ആരാ ചോദിച്ചാൽ, അതായത് ഏറ്റവും നല്ല മാഗ്നറ്റ് ആക്കി ആരെ മാറ്റാൻ പറ്റും ചോദിച്ചാൽ അയാളുടെ സസെപ്റ്റിബിലിറ്റി കൂടുതലായിരിക്കണം. ഈ റിലേഷൻ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ ഒപ്പം തന്നെ ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വെരി ഇമ്പോർട്ടൻറ്റ്. μr ഈസ് ഈക്വൽ ടു 1 പ്ലസ് കൈ. μr ഈസ് റിലേറ്റീവ് പെർമിയബിലിറ്റി, കൈ ഈസ് ദ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. ഓക്കെ, ഈ പ്രോബ്ലം ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പം പഠിപ്പിച്ച സെക്ഷൻ ഉണ്ടല്ലോ, നല്ല ക്ലിയർ പിക്ചർ കിട്ടും. NCERT ബുക്കിൽ വർക്ക്ഡ് ഔട്ട് എക്സാമ്പിളാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, മാഗ്നറ്റൈസിങ് കറണ്ട് എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ പറഞ്ഞെങ്കിലും എന്താണെന്ന് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഇവിടെ വരും കേട്ടോ. നോക്കൂ, a solenoid has a core of a material which is relative permeability 400. Windings of the solenoid are insulated from the core and carry a current of 2 ampere. Number of turns per unit 1000 per meter. Calculate H. ആദ്യം എന്ത് കാണണം? നമുക്ക് H കാണണം. H അല്ലേ ആദ്യം കാണേണ്ടത്? H. ഇപ്പോൾ ഇവിടെ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന ഒരു സോളിനോയിഡ് ഉണ്ട്. ആ സോളിനോയിഡിനകത്ത് നമ്മൾ ആരെ വെച്ചു? ഇതിനകത്ത് ഒരു കറണ്ട് കടത്തി വിടുന്ന അറേഞ്ച്മെൻ്റ്, അത് കറണ്ട് കടത്തി വിടുന്നു. ഇതിനകത്ത് ആരെ വെച്ചിട്ടുണ്ട്? ഒരു കോർ ഉണ്ട്. കോർ വേറെ ഏതോ ഒരു സബ്സ്റ്റൻസ് ആണ്, നമുക്ക് അറിയില്ല ഏതാണെന്ന്. ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, ഇൻസുലേറ്റ് ചെയ്തിരിക്കണം കേട്ടോ. ആ കോയിലിൻ്റെ ടേൺസ് ഉണ്ടല്ലോ, ടേൺസുമായിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആ സബ്സ്റ്റൻസ് ഇലക്ട്രിക്കലി കോണ്ടാക്ട് വരാൻ പാടില്ല. അതുകൊണ്ട് ഒന്നുകിൽ കോയിൽ നമ്മൾ ഇൻസുലേറ്റ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ കോറ് നല്ല ഹെവി ആയിട്ടുള്ള ഇൻസുലേഷൻ ചെയ്തിരിക്കും. രണ്ടും ചെയ്യാം കേട്ടോ. ദെൻ എന്താ കാണേണ്ടത്? ആദ്യം നിങ്ങളോട് കാണാൻ പറഞ്ഞ എന്താ? H അല്ലേ കാണേണ്ടത്? H ഈസ് ഈക്വൽ ടു B0 ബൈ μ0 ഓർ H ഈസ് ഈക്വൽ ടു B0 μ0 Ni ബൈ μ0. μ0 ക്യാൻസലായി. അപ്പോൾ H ഈസ് ഈക്വൽ Ni എന്ന് വരുന്നു. ഇവിടെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് സോളിനോയിഡ് തന്നിട്ടുണ്ടോ നോക്കൂ. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് സോളിനോയിഡ് തന്നിട്ടുണ്ടോ? ഉണ്ട്. 1000 per meter തന്നിട്ടുണ്ട്. അതുപോലെ കറണ്ട് തന്നിട്ടുണ്ടോ? യെസ്. സോളിനോയിഡിലൂടെ കടത്തിവിട്ട കറണ്ടിൻ്റെ വാല്യൂ ആണ് 2 ampere. ഇവിടെ ഈ I എന്ന് പറഞ്ഞാൽ സോളിനോയിഡിലൂടെ നിങ്ങൾ കടത്തിവിട്ട കറണ്ടാണ് I കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ ആയി. ഒരു സിമ്പിളാണ് ക്വസ്റ്റ്യൻ. ബാക്കി
H is equal to Ni. N value substitute you 1000 into 2, that is equal to 1000 per meter, current 2 ampere, so 2000 യൂണിറ്റ് പറയൂ ആംപിയർ പെർ മീറ്റർ. ഞാൻ ഇവിടെ സൊല്യൂഷൻ സൈഡിൽ ഇട്ടിട്ടുണ്ട്, വാല്യൂ ഇതാ 2000 ആംപിയർ പെർ മീറ്റർ. NCERT ബുക്ക് റെഫർ ചെയ്യുക. NCERT ബുക്കിൽ ഒരു പോർഷൻ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ എന്ത് കിട്ടി? H കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റൻ എന്താ നോക്കൂ. H കിട്ടിയതിന് ശേഷം അടുത്തേക്ക് പോകാം നമുക്ക്. ബി കാണണം. ബി എന്ന് പറയുമ്പോൾ എം രണ്ടാമത് നമുക്ക് എം ആണ് കാണണം. എം എന്ന് പറയുമ്പോൾ ആരാ? എം എന്ന് പറയുമ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. പിന്നെ ബി കാണണം. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം ബി കാണാം. H കണ്ടു, എം വെയിറ്റ് ചെയ്യൂ, നമുക്ക് ബി കാണാം. ബി കാണാനുള്ള എളുപ്പവഴി എന്ന് പറഞ്ഞാൽ ബി ഇസ് ഈക്വൽ എന്താണ് ഇക്വേഷൻ? നിങ്ങൾ പഠിച്ച ഇക്വേഷൻ ഞാൻ പറയാം, നോക്കൂ. ബി ബൈ എച്ച് ഈസ് ഈക്വൽ, നമ്മളൊരു ഇക്വേഷൻ എഴുതിയിരുന്നു. ബി ബൈ എച്ച് ഈസ് ഈക്വൽ എന്തായിരുന്നു? മ്യൂ. ഞാൻ എന്തുകൊണ്ടാണ് ഈ മെത്തേഡിൽ പോയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കാരണം നമ്മൾ ഓൾറെഡി എച്ച് കണ്ടുപിടിച്ചു. അപ്പോൾ ടോട്ടൽ ബി വാല്യൂ ഈസ് ഈക്വൽ ടു മ്യൂ എച്ച് എന്ന് എഴുതി കൂടെ. ഓർ ടോട്ടൽ ബി വാല്യൂ ഈസ് ഈക്വൽ ടു മ്യൂ സീറോ മ്യൂ ആർ ഇൻറ്റു എച്ച് എന്ന് എഴുതി കൂടെ. വേർ മ്യൂ സീറോ ഈസ് ദ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്, മ്യൂ ആർ ഈസ് ദ റിലേറ്റീവ് പെർമിയബിലിറ്റി. എച്ച് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു മ്യൂ സീറോൻ്റെ വാല്യൂ 4π ഇൻറ്റു 10⁻⁻⁷. മ്യൂ ആർ എന്ന് പറയുമ്പോൾ ഈ പ്രോബ്ലത്തിൽ നമ്മൾ വെച്ച സബ്സ്റ്റൻസിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി തന്നിട്ടുണ്ടോ? അവർ ഉണ്ടോ? നോക്കുന്നുണ്ടോ? ഉണ്ട്. റിലേറ്റീവ് പെർമിയബിലിറ്റി 400 ആണ്. അപ്പോൾ ഇൻറ്റു 400 ഇൻറ്റു എച്ച് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എച്ചിൻ്റെ വാല്യൂ എത്രയെന്ന് പറയും നിങ്ങൾ? എച്ചിൻ്റെ വാല്യൂ ഇതാ 2 × 10⁻³ കഴിഞ്ഞ ഇതിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 2 × 10⁻3. അപ്പോൾ അതെല്ലാം കൂടെ ചെയ്താൽ നമുക്ക് ബിയുടെ വാല്യൂ കിട്ടും. ബിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും നിങ്ങൾ. ബിയുടെ വാല്യൂ എത്രയാണ് വരിക? ചെയ്ത് കണ്ടുപിടിച്ചാൽ നിയർലി 1 ടെസ്ല എന്ന് കിട്ടും കേട്ടോ. 1 ടെസ്ല. ടെസ്ലയാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ SI യൂണിറ്റ് എല്ലാവർക്കും അറിയാം. ടെസ്ല അല്ലേ? അപ്പോൾ 1 ടെസ്ലയാണ് ആൻസർ. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമുക്ക് എപ്പോഴാണ് 1 ടെസ്ല ഫീൽഡ് കിട്ടുന്നത്? ആ ക്വസ്റ്റ്യൻ ശരിക്കും ഒന്ന് അനലൈസ് ചെയ്യണം കേട്ടോ. 1 ടെസ്ല ഫീൽഡ് എങ്ങനെ കിട്ടിയത് നിങ്ങൾക്ക്? അല്ല, കുറേ ഫീൽഡ് ആരുണ്ടാക്കിയതാണ്? സോളിനോയിഡ് ഉണ്ടാക്കിയതാണ്. ഒപ്പം അതിനകത്ത് കോറ് നമ്മൾ ഇൻസർട്ട് ചെയ്തല്ലോ, ആ കോറും ഫീൽഡ് ഉണ്ടാക്കും. രണ്ടുപേരും കൂടെ ചേർന്നുണ്ടാക്കിയ ഫീൽഡാണ് ഏത്? രണ്ടുപേരും കൂടെ ചേർന്നുണ്ടാക്കിയ ഫീൽഡാണ് ദിസ് 1 ടെസ്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ മ്യൂ ആറിൻ്റെ വാല്യൂ 400 ഇല്ലായിരുന്നെങ്കിൽ, മ്യൂ ആർ 400 ഉണ്ടല്ലോ, കണ്ടോ? പെർമിയബിലിറ്റി 400 ഉണ്ടല്ലോ. ഈ 400 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ബിയുടെ വാല്യൂ വളരെ കുറവല്ലേ വരിക. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സോളിനോയിഡിലൂടെ കറണ്ട് കടത്തിവിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് അത്ര ഭയങ്കര വലിയ ഫീൽഡല്ല. ഫീൽഡ് എപ്പോഴാണ് സ്ട്രോങ് ആയത്? നമ്മൾ ആ സോളിനോയിഡിലൂടെ കറണ്ട് കടത്തിവിട്ടതിന് ശേഷം ഇൻസുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിനകത്ത് ഇൻസർട്ട് ചെയ്തപ്പോഴാണ് ഫീൽഡ് സ്ട്രോങ് ആയത്. ഇതിനാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിൽ കോയിൽ ഉണ്ടാക്കുന്ന ഫീൽഡിനൊപ്പം തന്നെ ആരുടെ ഫീൽഡ് കൂടെ വരുന്നുണ്ട്? അതിനകത്ത് ഇൻസർട്ട് ചെയ്യുന്ന ഫെറോ മാഗ്നറ്റ് ആണെങ്കിൽ ആ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് കൂടെ വരുന്നുണ്ട്. നെറ്റ് ഫീൽഡാണ് 1 ടെസ്ല. മനസ്സിലായോ? അപ്പോൾ കോറ് റിമൂവ് ചെയ്താൽ എന്ത് സംഭവിക്കും? 400 റിലേറ്റീവ് പെർമിയബിലിറ്റി ഉള്ള കോറ് റിമൂവ് ചെയ്താൽ എന്ത് സംഭവിക്കും? അവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറയും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി. ദെൻ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. നമ്മളൊരാളെ ഒഴിവാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു, അയാളിലേക്ക് തിരിച്ചു വരാം നമുക്ക്. എന്താണ് ഇത് വിട്ടുപോയത്? അപ്പം നമ്മൾ എന്ത് കണ്ടു? എച്ച് കണ്ടു, അതുപോലെ തന്നെ നമ്മൾ ടോട്ടൽ ബി വാല്യൂം കണ്ടു. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? എം കാണണം അല്ലേ? അപ്പോൾ എം കാണണം. എം ആണ് ഇനി വേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ എച്ചിൻ്റെ വാല്യൂ കണ്ടെത്തി. എച്ചിൻ്റെ വാല്യൂ എത്രയായിരുന്നു? 2 × 10⁻³ വന്നിരുന്നു. എമ്മിൻ്റെ വാല്യൂ നമുക്ക് 1. എം കണ്ടിട്ടില്ല. ബിയുടെ വാല്യൂ കിട്ടിയിരുന്നു. ബിയുടെ വാല്യൂ ടോട്ടൽ ബി വാല്യൂ 1 ടെസ്ല എന്നും കിട്ടിയിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ പോവാം? ബി ഈസ് ഈക്വൽ ടു നമ്മൾ B0 + BM എന്ന് പറഞ്ഞിരുന്നു. ഫെറോ മാഗ്നറ്റ്, ഫെറോ ആണ് കാരണം പെർമിയബിലിറ്റി വളരെ കൂടുതലായത് കാരണം അതൊരു ഫെറോ ടൈപ്പ് ആയിരിക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് എം ആണല്ലേ. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു μ0 Ni + μ0 NIM എന്നല്ലേ നമ്മൾ പഠിച്ചത്? അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ബി ഈസ് ഈക്വൽ ടു μ0 H + μ0 M എന്ന് വരില്ലേ? നമുക്ക് എം അല്ലേ കാണേണ്ടത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? μ0 M =
ബി മൈനസ് മ്യൂ സീറോ എച്ച് ആണല്ലോ. എം അല്ലേ കാണേണ്ട. അപ്പം എം ഈക്വൽ ടു ബി മൈനസ് മ്യൂ സീറോ എച്ച് ബൈ മ്യൂ സീറോ. എല്ലാ വാല്യൂസും നമുക്കറിയാം അല്ലേ. ബിയുടെ വാല്യൂ ഇതാ 1 ടെസ്ല, മ്യൂ സീറോൻ്റെ വാല്യൂ 4 പൈ ഇൻറ്റു 10⁻⁷. എച്ചിൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് 2 ഇൻറ്റു 10⁻3. ഡിനോമിനേറ്ററിൽ മ്യൂ സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. നമുക്ക് കിട്ടും 8 ഇൻറ്റു 10⁵ എന്ന് വരും ആൻസർ. 8 ഇൻറ്റു 10⁵. എന്താ 8 ഇൻറ്റു 10⁵. 3 കാര്യങ്ങളായി. എച്ച് ഐ, എം ഐ, ബി ഐ. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം പറയാൻ പോകുന്നത്. എന്താ അറിയോ? നോക്കൂ, ഈ പ്രോബ്ലം ഈ ലാസ്റ്റ് ഉണ്ടല്ലോ ഡി, മാഗ്നറ്റൈസിങ് കറണ്ട് ഐ എം, അത് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും വണ്ടടിച്ചു പോകും. കണ്ടോളൂ. ഐ എം എങ്ങനെ കാണും നോക്കൂ. വാട്ട് ഈസ് മാഗ്നറ്റൈസിങ് കറണ്ട്? ആദ്യം നമുക്ക് അതൊന്ന് പറയാം. വാട്ട് ഈസ് മാഗ്നറ്റൈസിങ് കറണ്ട്? നമുക്ക് ഈ ടോട്ടൽ ബി വാല്യൂ 1 ടെസ്ല കിട്ടിയത് എപ്പോഴാണ്? ടോട്ടൽ ബി വാല്യൂ 1 ടെസ്ല വന്നത് എപ്പോഴാണ്? സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്ത ഫീൽഡും ഉണ്ട്, അതിനൊപ്പം തന്നെ അതിനകത്തിരിക്കുന്ന കോർ പ്രൊഡ്യൂസ് ചെയ്ത ഫീൽഡും കൂടെ ചേർത്തല്ലേ 1 ടെസ്ല. ഇനി ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്താ വെച്ചാൽ അതിനകത്ത് കോർ റിമൂവ് ചെയ്തു, കോർ ഒഴിവാക്കി. കോർ ഒഴിവാക്കി എന്ത് സംഭവിക്കും? ടപ്പ് എന്ന് പറഞ്ഞ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറയും. 1 ടെസ്ല എന്ന് പറഞ്ഞ ഫീൽഡ് വളരെയധികം താഴേക്ക് പോവും, ഉറപ്പായിട്ട് താഴേക്ക് പോവും. കാരണം കോർ ഇല്ലാതെയല്ലോ. പക്ഷെ നമുക്ക് എന്ത് വേണം? കോർ ഉണ്ടായിരുന്ന സമയത്ത് എത്ര ഫീൽഡാണോ ഉള്ളത് അതേ ഫീൽഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് വിചാരിക്കും. കോർ റിമൂവ് ചെയ്തു, പക്ഷെ കോർ ഉണ്ടായിരുന്ന സമയത്തെ ഫീൽഡ് എത്രയാണോ അതേ ഫീൽഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പറയൂ, എന്താ ചെയ്യേണ്ടത്? നമ്മൾ സോളിനോയിഡിലൂടെ കടത്തിവിടുന്ന കറണ്ടിൻ്റെ സ്ട്രെങ്ത് കൂട്ടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ പഴയ അതേ മാഗ്നറ്റിക് ഫീൽഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കടത്തിവിടേണ്ടി വരുന്ന അഡീഷണൽ കറണ്ടിനെ പറയുന്ന പേരാണ് മാഗ്നറ്റൈസിങ് കറണ്ട്. ഡെഫിനിഷൻ പറയാം. മാഗ്നറ്റൈസിങ് കറണ്ട് ഐ എം ഈസ് ദ അഡീഷണൽ കറണ്ട്, that needs to be passed through the windings of the solenoid, in order to get, in the absence of core, which would give a B value in presence of the core. കോർ ഒഴിവായി പോയി, എന്നാൽ കോർ ഉണ്ടായിരുന്ന സമയത്ത് അതേ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടണം. അതിനുവേണ്ടി ആ കോയിലിലൂടെ കടത്തിവിടേണ്ടി വരുന്ന അഡീഷണൽ കറണ്ടിനെ പറയുന്ന പേരാണ് മാഗ്നറ്റൈസിങ് കറണ്ട്. നമ്മൾ പഠിച്ച ഇക്വേഷനിലേക്ക് നിങ്ങളൊന്ന് തിരിച്ചു വരൂ. ബി ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എന്താ നമ്മൾ പഠിച്ചത്? മ്യൂ സീറോ എൻ ഐ പ്ലസ് മ്യൂ സീറോ എൻ ഐ എം. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. ഈ വാല്യൂ നമ്മൾ കണ്ടെത്തിയിരുന്നു 1 ടെസ്ല ഈക്വൽ ടു മ്യൂ സീറോ എൻ ഐ. മ്യൂ സീറോൻ്റെ വാല്യൂ അറിയാം 4 പൈ ഇൻറ്റു 10⁻⁷. നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട് 1000. കറണ്ടിൻ്റെ വാല്യൂ അറിയാം എത്രയാണ്? 2 പ്ലസ് മ്യൂ സീറോ അഗെയിൻ 4 പൈ ഇൻറ്റു 10⁻⁷ ഇൻറ്റു എൻ അറിയാം എത്രയാ? 1000 ഇൻറ്റു ഐ എം. ഈ ഐ എം ഒന്ന് കണ്ടുപിടിച്ച് നോക്ക്. ഈ ഐ എം കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 794 ആംബിയർ എന്ന് കിട്ടും ചെയ്താൽ. അതായത് ഐ എമ്മിൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി ഒരു 800 ആംബിയറിന് അടുപ്പിച്ച്. 794 800 എന്നാക്കി ഞാൻ. ഞെട്ടിപ്പോയോ നിങ്ങൾ? ഞെട്ടിപ്പോണം. കാരണം എന്താ അറിയോ? നിങ്ങൾ നോക്ക്, ഈ 1 ടെസ്ല നിലനിർത്താൻ കോർ ഒഴിവാക്കിയതിന് ശേഷം സോളിനോഡിലൂടെ കടത്തിവിടേണ്ടി വരുന്ന കറണ്ടാണ് 800 ആംബിയർ. ഈ 800 ആംബിയർ കറണ്ട് ഈ സോളിനോഡിലൂടെ കടത്തിവിട്ടാൽ സോളിനോഡ് കത്തിപ്പോവും. അപ്പം നമ്മൾ ഒരിക്കലും 800 എന്ന് പറയുന്ന ഒരു ആംബിയർ, അത്രയും ആംബിയർ കറണ്ടൊന്നും ഒരിക്കലും സോളിനോഡിലൂടെ കടത്തി വിടാറില്ല. നമുക്ക് ഈ 1 ടെസ്ല ഫീൽഡ് കിട്ടാൻ നമ്മൾ ചെയ്യുന്ന എന്താ? നമ്മളൊരു 2 ആംബിയർ കോയിൽ ഉണ്ടാക്കി അതിനകത്തൊരു കോർ ഇൻസർട്ട് ചെയ്യുന്നു. അതാണ് കോർ ഇൻസർട്ട് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ യു റിമൂവ് ദ core inside the solenoid, and if you want to keep the magnetic field, the value of magnetic field same, then the additional current needs to be passed through the windings of the solenoid is nearly 800 ampere. We know when 800 ampere current flows through the wire, what happens? That wire will burn out. കത്തിപ്പോ. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ അതൊരു ഫിക്റ്റീഷ്യസ് കറണ്ടാണ്. അങ്ങനെ
മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് നിലനിർത്താൻ വേണ്ടി എത്ര കറണ്ടാണോ കടത്തി വിടേണ്ടി വരുന്നത് ആ കറണ്ടിനെ പറയുന്ന പേരാണ് മാഗ്നറ്റൈസിങ് കറണ്ട്. അല്ലാതെ അത്ര വലിയ കറണ്ട് ഒരിക്കലും നമ്മൾ സോളിനോയിഡിൻ്റെ ആ കോയിലിൽ അല്ലെങ്കിൽ ആ വയറിലൂടെ കടത്തി വിടാറില്ല കേട്ടോ. ഇപ്പോൾ ഡെഫിനേഷൻ മറക്കരുത്. വാട്ട് ഈസ് magnetizing current? Magnetizing current is the additional current that needs to be passed through the windings of the solenoid in the absence of the core, which would give a B value as in presence of the core. Okay?